നമ്മൾ ഇപ്പം രേണു സുധിയുടെ കാര്യം ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു, പാതിരിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് കമൻ്റ് ഇട്ടിരുന്നു ഞാൻ എന്തോ ചുവട് മാറ്റം നടത്തിയെന്ന്. ഇത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഞാൻ രേണു സുധിയെ വെളുപ്പിക്കാൻ വന്നതല്ല, പക്ഷേ ഫാദർ കള്ളം പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ആരൊക്കെയോ അദ്ദേഹത്തിനെ കൊല്ലപ്പെടുത്താൻ പോകുന്നുണ്ട്, ആരാണെന്ന് അറിയത്തില്ല, രേണുവിൻ്റെ PR ആയിരിക്കുമെന്ന് പറയുന്നു. രേണുവിന് അത്രയും ഒരു ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഡൗട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഫാദർ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആള് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പാസ്റ്റുള്ള കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ റീസെന്റ് അത് ഫിറോസ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്തുകൊണ്ട് ഫാദർ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു വിഷയമുള്ള കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല? ആ പോയിന്റാണ് ഞാൻ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. ഫാദറിന്റെ ബന്ധുക്കളുമായി ഫാദറിന് പ്രശ്നമുണ്ട്. ആ വസ്തു വേറെ ആർക്കും വിൽക്കാൻ ആ ബന്ധുക്കൾ സമ്മതിക്കില്ല. ആര് വാങ്ങിക്കാൻ വന്നാലും അവർക്കൊക്കെ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ പായിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രശ്നം നടക്കുന്ന വസ്തു അവരുടെ തലയിൽ കെട്ടിവെച്ചതല്ലേ എന്ന ചോദ്യം എൻ്റെ കൺഫ്യൂഷനല്ലേ ചോദിച്ചത്. ഏതായാലും രേണു സുധി പേന് അനുബന്ധമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫാദർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് പറയുക. ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണുസുധി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവർ കള്ളം പറയത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും. എൻ്റെ ജോലി ഇതാന്നേ. കാരണം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുമല്ലോ. 2 സർട്ടിഫിക്കറ്റ്, +2ന്റെ SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലിരിക്കുന്നു. അത് താജുദ്ദീൻ സുധി മരിച്ച ഒരാഴ്ചയ്ക്ക് അത് മേടിച്ചു കൊടുക്കുന്നു. ഇതിനോടിടയ്ക്ക് ഇവര് ഏവിയേഷൻ പഠിക്കുന്നു, DCA പഠിക്കുന്നു. ഇവർ പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല. ഇവർ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. എന്താണ്? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ടിവാൻഡത്ത് വർക്ക് ചെയ്തു. ടിവാൻഡം, അത് ഞാൻ പ്രത്യേകം പറയാം. ടിവാൻഡം ഏതാ ടിവാൻഡോ എന്ന് എനിക്കറിയത്തില്ല. ടിവാൻഡത്ത് ഇവർ വർക്ക് ചെയ്തു. എന്ത് വർക്കാണെന്ന് എന്നോട് ചോദിക്കരുത്, അവർ പറഞ്ഞതാ ഞാൻ പറഞ്ഞോളൂ. ഇത്രയിടത്ത് വർക്ക് ചെയ്തു. പക്ഷെ സുധി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ +2ന്റെ SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് മേടിച്ചു കൊടുത്തെന്നുള്ളവർ പൊതുസമൂഹം കണ്ടതാണ്. സത്യമല്ലേ രേണു പറയത്തുള്ളൂ. രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുവിനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ടേക്കും പോരട്ടെ. അത് അവര് കപ്പും കൊടുത്തേക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, തങ്കച്ചനെ ഓർത്ത് കാര്യം, നാടകം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഫാദറിന് ചേർന്നതാണ്. ഇതിനകത്ത് കുറച്ച് പോർഷനെ എടുത്തുള്ളൂ കേട്ടോ. മുഴുക്ക നിങ്ങൾ ആ ഇന്റർവ്യൂ പോയി കണ്ടാൽ ഒരു എന്താ പറയുക, ട്രാൻസ് ആള് കളിക്കുന്ന കളിയൊക്കെ ഫാദർ കളിക്കുന്നുണ്ട്. ബിഷപ്പല്ലേ, എന്താ ഈ ചെയ്യുന്നതെന്നൊരു ബോധം വേണ്ട. അതിൻ്റെ ഒരു പുള്ളി പറയുന്നുണ്ട് തേഞ്ഞൊട്ടി വരുമെന്ന്. എൻ്റെ ഫാദറെ, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. 50,000 രൂപ ദിവസവേതനമാണ് ആ കുട്ടിക്ക് അവിടെ നിൽക്കുന്നത്. സത്യത്തിൽ ആ പെണ്ണ് അവിടെ നിൽക്കുന്ന വേസ്റ്റാണ്. കഴിഞ്ഞ തവണത്തെ ടാസ്ക് ഒക്കെ നോക്കിയാണ് മരം പോലെ നിൽക്കുകയാണ്. അവൾ അത്രയും ധൈര്യമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൾക്ക് ആരെയും പേടിയില്ല, ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ആരെയും കെയറും ചെയ്യുന്നില്ല അവള്. അപ്പോൾ അവൾ തേഞ്ഞൊട്ടു എന്ന് നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളെ പോലെ മണ്ടന്മാരായതുകൊണ്ടല്ലേ? അവൾക്ക് അവിടെ മിനിറ്റിന് പൈസയാ. അവൾ അവിടെ എത്ര ദിവസം നിൽക്കുന്നു അത്രയും പൈസ അവളുടെ പോക്കറ്റിലേക്ക് കയറും. ഇനി അവൾ വിൻ ചെയ്തു എന്ന് വെക്കാം. സച്ചിൻ കേസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ ഒന്നും ചെയ്യാതെ നിന്ന ഒരാളെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ എന്തോ ഒരു കളിയല്ലേ. എപ്പോഴും പേനും മാന്തി നടക്കുന്ന അവളെ പിന്നെ ഒരു കാര്യവുമില്ല അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കളിയില്ല, സംസാരങ്ങളില്ല, യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, ഒന്നിലും ഇല്ലാതെ അവൾ അവിടെ നിർത്തിയിരിക്കുന്നതിനാ. അതും ഇത്രയും പേയ്മെന്റ്. ബാക്കിയുള്ളവർക്കൊക്കെ വളരെ തുച്ഛ വരുമാനമാണ്. രേണു സുധി ചോദിച്ച എമൗണ്ട് തന്നെ 50,000 എന്നാണ് വാർത്തയിൽ വായിച്ചത്. ഒരു ദിവസം പെർ വീക്കാണോ എന്ന് എനിക്കറിയില്ല, പെർ ഡേ അങ്ങനെയെന്നാ പറഞ്ഞത്. അങ്ങനെയുണ്ട്. അവിടെ പോകുന്നവരെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് അവർ സെറ്റിൽഡ് ആവും. അതെന്തുകൊണ്ടാണ്? എത്ര ദിവസം നിന്നോ അത്ര ദിവസത്തെ ഇൻകം അവർക്ക് കയറും. അതുകൊണ്ടാണ് അതിനകത്ത് എന്ത് ടോർച്ചർ സഹിക്കാനും തയ്യാറായ ആളുകൾ അങ്ങോട്ട് തള്ളിക്കയറുന്നത്. അല്ലാതെ അതിനകത്ത് പോയി ഫെയിം കിട്ടേണ്ട ആവശ്യമൊന്നും ഇപ്പം അതിനകത്തുള്ളവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫെയിം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ പോയാൽ മാത്രമല്ല കിട്ടുക. നമ്മൾ നന്നായിട്ട് ആക്റ്റീവായി നിന്ന് കഴിഞ്ഞാൽ നല്ല ഫെയിം വരിക തന്നെ ചെയ്യും. പക്ഷേ മെജോറിറ്റി ആൾക്കാർ അതിനകത്ത് പോകുന്നത് അവർ ഡിമാൻഡ് ചെയ്യുന്ന എമൗണ്ട് അവർ കൊടുക്കാൻ തയ്യാറാവും. രേണു സുധി നല്ല ഒരു തകർപ്പൻ സാധനമാണെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ബിഗ് ബോസ് അവിടെ വെച്ചിരിക്കുകയാണ്. കാരണം രേണു എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്ന് ക്യൂരിയസ് ആയി നോക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും രേണുവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ഈഗർലി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആളുകളുടെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് രേണുവിനെ അവിടെ നിർത്തിയിരുന്നത്. ഇപ്പോൾ കലാഭവൻ സരിത ഇറക്കി വിട്ടല്ലോ, ആ കുട്ടി നന്നായി പെർഫോം ചെയ്തതല്ലേ, എന്തുകൊണ്ട് ഇറക്കി വിട്ടു? അത് ഇവരെല്ലാവരും കൂടെ സെലക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരട്ടെ, സെലക്ട് ചെയ്യുമല്ലോ, പക്ഷെ വിടില്ല. കാരണം അവൾ അവിടെ ഒരു നല്ല കണ്ടന്റ് മേക്കർ ആണ്. അല്ലെങ്കിൽ അവിടെ അവൾ നിൽക്കുന്നിടത്തോളം അത്രയും ആൾക്കാരുടെ അട്രാക്ഷൻ അതിലേക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ അവിടെ നിർത്തിയേക്കുന്നത്. എന്ത് വൃത്തികെട്ട ടേമാണ് അവരവിടെ അവതരിപ്പിക്കുന്നതെന്നും കൂടെ ആലോചിച്ച് നോക്കും.
തേനൊന്നും ഒട്ടാൻ പോകുന്നില്ല. ബിഷപ്പാണ് തേനൊട്ടാൻ പോകുന്നത്. ഇത്തരം വൃത്തികെട്ട അലിഗേഷൻസും കൊണ്ട് വന്നിരുന്ന് സ്വന്തം പദവിയെ കളിയാക്കുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്ന ബിഷപ്പിനാണ് തേനൊട്ടാനുള്ള യോഗമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ ഈ വസ്തു കൊടുത്തു കഴിഞ്ഞു, അതിൻ്റെ മുകളിൽ അവൾ എന്തെങ്കിലും കുന്താന്തങ്ങൾ പറയുകയാണെങ്കിൽ പേപ്പേഴ്സ് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് മൗനം പാലിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ദ വെരി ബിഗിനിങ് എല്ലാവരും വന്ന് ചോദിച്ച സമയത്ത് തന്നെ ഞാൻ ഇതിൽ നിന്ന് ഔട്ടാവുന്നു, എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. ഇപ്പം മുഴുക്ക ഇരുന്നു കൊണ്ട് ഇങ്ങനെ താളം ചവിട്ടി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവളുടെ ഹേറ്റേഴ്സ് കൂടെ അവൾക്ക് അനുകൂലിക്കുന്ന ഒരു ലെവലിലേക്ക് ഈ ബിഷപ്പച്ചൻ കൊണ്ടെത്തിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. താങ്കൾ വഹിക്കുന്ന പൊസിഷൻ എന്താണ്? താങ്കളുടെ പൊസിഷനെ മനസ്സിലാക്കാതെയാണ് താങ്കൾ ഇരുന്ന് വായ്ത്താളം പറയുന്നത്. എന്ത് വൃത്തികെട്ട രീതിയിലാണ്. ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല, പക്ഷെ കുറേയധികം വീഡിയോസ് ഉണ്ട്, അത് നോക്കുക. അതിലൊക്കെ കുണുങ്ങി ട്രാൻസ് വിഭാഗം കാണിക്കുന്നതാണൊക്കെ ഇരുന്ന് പുള്ളിക്കാരൻ പറയുകയാണ്. ഇതൊക്കെ മറ്റ് യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ. ഇനി പുള്ളി റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഫാദർ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയുക. ആക്ച്വലി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൊടുത്തു കഴിഞ്ഞ് ഇനി അവൾ എന്താ ചെയ്യട്ടെന്ന്, അവൾ ചുമന്നുകൊണ്ട് കൊണ്ടുപോകാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. നിങ്ങളെ പറയാൻ നിങ്ങളല്ലല്ലോ അവിടെ ബിൽഡ് ചെയ്ത് കൊടുത്ത. പ്രോപ്പർട്ടിക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൈ കൊടുത്തേക്കാം, മിണ്ടരുത്. ഫിറോസ് അങ്ങനെയല്ലേ ചെയ്തത്. ഫിറോസ് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് കൈ കൊടുത്ത് പൊയ്ക്കോ, കഴിഞ്ഞു. അങ്ങനെ ചെയ്തിട്ടങ്ങ് മിണ്ടാതിരിക്കുന്നതിന് പകരം ഇതെന്തുവാ ഇത് ധനം പ്രതി ആ പെണ്ണെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുണ്ട്, കാണാനുണ്ട്, അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, പൊളിയിന്ന് കൈയടിക്കാൻ ആളുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ നാടകങ്ങളൊക്കെ ചേർത്തിട്ട് പറയുന്നു. ഉള്ള ഹേറ്റും കൂടെ നശിപ്പിക്കരുത്. അവർക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ആണ് ഈ പറയുന്ന ഫാദർ മൂലം കിട്ടാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു.